ഇങ്ങനെയൊക്കെ കുറെ എണ്ണം നിനക്കത് വെള്ളം അടിക്കാനല്ലടാ. MCYM പ്രവർത്തകരാണ് പോലും. പള്ളിയുടെ പേര് കളയാനായിട്ട് ഇറങ്ങി പോടാ. ഇത്രയും ഭക്ഷണമൊക്കെ എവിടുന്നാ കിട്ടിയേ? ഇന്ന് നമ്മളെ ജോർജേട്ടൻ്റെ മോളെ കല്യാണമാണ്. പുള്ളിക്കാരെ നമുക്ക് സ്നേഹത്തോടെ തന്നയിച്ചതാണ്. ഈ വേദിയിലിരിക്കുന്ന സെക്രട്ടറി ജോൺസ്, ട്രസ്റ്റി അലോഷി, ഇവിടെ വന്നുകൂടിയിരിക്കുന്ന യുവജന സുഹൃത്തുക്കളെ, നിങ്ങളെല്ലാവരെയും ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളാം. നമ്മൾ കാണിക്കുന്ന പാതയിലൂടെ, മാതൃകയിലൂടെ ഇന്നൊന്ന്, നാളെ 2, 5, 10, 100 അങ്ങനെ നമ്മുടെ MCM വളർന്ന് പന്തലിക്കുക തന്നെ ചെയ്യും. ജയ് MCYM. എടാ, അത് നമ്മുടെ പള്ളി വരുന്ന ചേട്ടന്മാരല്ലേ, നമുക്ക് അവരോട് സംസാരിച്ച് ചോദിക്കുമല്ലോ. ചിലപ്പോൾ നമ്മുടെ MCM ചേർന്നാലേ. എടാ, അവര് പള്ളിയിൽ പോലും വരാത്തവന്മാരാണ്. നമ്മൾ എന്തിനു പോയി പറയാം? എന്തായാലും വാ, നമുക്ക് സംസാരിച്ചു നോക്കാം. ഞാൻ പറയാണ്ട് പറഞ്ഞു, ഇനി നിങ്ങളെ ഇഷ്ടം. സംസാരിച്ചു നോക്കാം വെറുതെ ഒന്ന്. നിങ്ങളിപ്പോ പള്ളി കാണാനില്ലല്ലോ. നിങ്ങൾക്ക് ഇനിയിപ്പോ എന്താ പരിപാടി? പ്രത്യേകിച്ച് പരിപാടി ഇല്ലാത്തതുകൊണ്ട് ഒരു സമയവും ഇല്ല. അത് ചോദിക്കാൻ നീയാടാ. നിങ്ങളിങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയം കൊണ്ട് പള്ളിയിലൊക്കെ ഒന്ന് പ്രാർത്ഥിച്ച് നമ്മുടെ MCM സംഘടനകളൊക്കെ ചേർന്ന് നമുക്ക് ഒന്നിച്ച് പാവപ്പെട്ടവരെ സഹായിച്ചു. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ അവന്മാരോട് സംസാരിക്കാൻ പോകും. പോട്ടടാ, ചോദിക്കേണ്ട നമ്മുടെ കടമയില്ല. അതൊക്കെ പോട്ടെ, നമുക്ക് നാളത്തെ കാര്യം അറേഞ്ച് ചെയ്യാം. ജോർജ്, മോൾക്ക് സുഖമാണോ? ആ, സുഖമായിരിക്കുന്നു. മോളുടെ കല്യാണത്തിന് ഭക്ഷണം തന്നതിന് വളരെ നന്ദിയുണ്ട് കേട്ടോ. ആര് ഭക്ഷണം തന്നാ നിങ്ങൾ ഈ പറയുന്നേ? ആ, നിങ്ങളല്ലേ മോളുടെ കല്യാണത്തിന് MCM പിള്ളയുടെ കയ്യിൽ ഭക്ഷണം കൊടുത്തുവിട്ടെ? ഞാനോ? ആ, ജോർജേട്ടാ, എന്താടാ? അനാഥാലയത്തിലേക്ക് കുറച്ച് ഫുഡ് എടുത്തോട്ടെ. അനാഥാലയത്തിലേക്ക് കണ്ട ജനങ്ങൾക്ക് തികയുന്നില്ല. പിന്നെ ഈ പുണ്യപ്രവൃത്തി ഒന്നും എനിക്ക് വലിയ താല്പര്യമില്ല. മക്കളെ, നിങ്ങൾ കഴിച്ചില്ലടാ? ഇന്ന് കറങ്ങാതെ വിട്ടോ വിട്ടോ. ചേട്ടാ ചേട്ടാ ചേട്ടാ, നമ്മുടെ നാട് മൊത്തം വെള്ളത്തിൽ മുങ്ങി. പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം. എടാ, നമ്മളിപ്പോൾ ഒരുമിച്ച് നിന്നാൽ എല്ലാവരും നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിയും. ഒരു ജീവനെങ്കിൽ ഒരു ജീവൻ നമ്മൾ രക്ഷപ്പെടുത്തും. പിന്നെ പള്ളിയിൽ നമുക്കൊരു ക്യാമ്പ് സെറ്റ് ചെയ്യണം. അവരെ നമുക്ക് ഇവിടെ താമസിക്കും. അവർ വരുന്നതിന് വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഫിറ്റ്നസ്സൊക്കെ എങ്ങനെയാണ്? ഞാൻ പറഞ്ഞടാ, ഇല്ലല്ലോ കേട്ടോ, നമ്മൾ സംസാരിക്കുന്നതൊക്കെ ഞാൻ കേട്ടായിരുന്നു. നിങ്ങളൊന്നുകൊണ്ടും പേടിക്കണ്ടടാ. ബാക്കിയ കാര്യങ്ങളൊക്കെ നോക്കിക്കോ. ഭക്ഷണത്തിൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. നമ്മൾ കൂടി തീരുമെന്ന് തോന്നുന്നില്ല. നമ്മൾ കുറച്ചു പേരല്ലേ ഉള്ളൂ. ആരാ പറഞ്ഞ നിങ്ങൾ ഒറ്റയ്ക്കാന്ന്? ഞങ്ങളുണ്ട്. കാരുണ്യവാനായ കർത്താവേ, കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയവനെ, അങ്ങയുടെ വചനത്തിൻ്റെ ശക്തി അയച്ച് പ്രളയത്താൽ ദുഃഖം അനുഭവിക്കുന്നവരെ നീ ആശ്വസിപ്പിക്കണമേ.
ബോബി. അവൻ വേർപിരിഞ്ഞു പോയെങ്കിലും MCYMന്റെ ഇന്നത്തെ വളർച്ച സ്വർഗത്തിലിരുന്ന് കണ്ടുകൊണ്ട് സന്തോഷിക്കുന്നുണ്ടാവണം. അവന്റെ അവയവങ്ങളിലൂടെ സന്തോഷിക്കുന്ന കുറേ രോഗികളുടെ പ്രാർത്ഥനകളും സ്വർഗത്തിൽ